ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റൂളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഗൈസ്, നിങ്ങളൊരു സ്നൈപ്പർ പ്ലെയർ ആണെങ്കിൽ മീൻസ് നിങ്ങളൊരു AWM സ്നൈപ്പർ കാര്യങ്ങളൊക്കെ എടുത്ത് കളിക്കുന്നവരാണെങ്കിൽ M8 പോലുള്ള ഗൺസ് കാര്യങ്ങളൊക്കെ എടുത്ത് കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ അവർക്ക് പറ്റിയുള്ള ബെസ്റ്റ് ക്യാരക്ടർ സ്കിൽ കോംബോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ AWM പ്ലേയേഴ്സിനാണ് ഇത് മിക്കവാറും ഉപകാരപ്പെടത്തുള്ളൂ. തീർച്ചയായിട്ടും അവന്മാർക്ക് മാത്രം ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഏതായാലും ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് താല്പര്യമുണ്ട് ഇതേപോലെ ഹെഡ്ഷോട്ട് കാര്യങ്ങളൊക്കെ അടിക്കുക, അതുപോലെ തന്നെ AWM കാര്യങ്ങളൊക്കെ വെച്ച് ഒരുപാട് കില്ല് കാര്യങ്ങളൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ ഒരുപാട് പേര് വെച്ച് കളിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അവർക്കൊന്നും പെട്ടെന്ന് തന്നെ കില്ല് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല, എനിമീസിന് നോക്കിട്ടാലും കില്ല് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ഈ പറയുന്ന ക്യാരക്ടർ സ്കിൽ കോംബോ കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കില്ല് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ആദ്യത്തെ ക്യാരക്ടർ സ്കിൽ കോംബോ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യത്തെ ക്യാരക്ടർ സ്കിൽ കോംബോ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ വേറെ ഗൈസ് നമ്മൾ ആദ്യത്തെ നോർമൽ സ്കില്ലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആക്റ്റീവ് സ്കില്ലല്ല, പാസീവ് സ്കില്ല് കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്കില്ല് കാര്യങ്ങൾ വേറെ നമ്മുടെ മൊക്കമാണ്, നമ്മുടെ സ്നൈപ്പറിന് ഉപയോഗിക്കാൻ പറ്റിയ ഫസ്റ്റത്തെ ക്യാരക്ടർ സ്കില്ല് എന്ന് പറയുന്നത് മൊക്ക എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ സ്കില്ലാണ്. അപ്പോൾ നമ്മുടെ മൊക്കൻ്റെ എബിലിറ്റി വേറെ നമ്മളിപ്പോൾ എനിമീനെ അടിക്കുകയാണെങ്കിൽ എനിമിയുടെ തലയുടെ മേലായിട്ടൊരു മാർക്കിങ് കാര്യങ്ങളൊക്കെ കാണിക്കും. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, കാരണം വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്കില്ലാണ്, അതുകൊണ്ട് മാത്രമേ ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ മൊക്കൻ്റെ എബിലിറ്റി എന്ന് പറയും. അപ്പോൾ നമ്മുടെ മറ്റൊരു എബിലിറ്റി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വേറെ ഇതിലേക്ക് നമ്മളെല്ലാവരും മിക്കവരും ഉപയോഗിക്കുന്ന ഒരു ക്യാരക്ടർ സ്കില്ലാണ് വേറെ നമ്മുടെ കില്ലിയാണ്. അപ്പോൾ കില്ലിനെ ഉപയോഗിക്കുന്നതിൻ്റെ ഉപകാരം വേറെ ഒന്നുമില്ല ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ മൂവ്മെൻറ്റ് സ്പീഡ് കാര്യങ്ങൾ നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കില്ലിയുടെ എബിലിറ്റി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ സ്നൈപ്പർ യൂസ് ചെയ്ത് കളിക്കുന്ന സമയം നമുക്ക് പെട്ടെന്ന് തന്നെ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ നമ്മൾ രണ്ടാമത്തെ ക്യാരക്ടർ സ്കിൽ കോംബോ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെയാണ്. നമ്മൾ ഒരുപാട് വീഡിയോസിൽ നമ്മൾ ആ ഒരു പുള്ളിക്കാരനെ റിവീൽ ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെ ആരുമില്ല, നമ്മുടെ റാഫേൽ എന്ന് പറയുന്ന ഈ ഒരു പുള്ളിക്കാരൻ നമ്മുടെ സ്നൈപ്പേഴ്സിനെ പറ്റിയതിൽ നമ്മുടെ അവസാനത്തെ നോർമൽ സ്കില്ല് പാസീവ് സ്കില്ല് എന്ന് തോന്നുന്നു പറയുക, അതിൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ക്യാരക്ടർ സ്കില്ല് എന്ന് പറയുന്നത് റാഫേലിൻ്റെ എബിലിറ്റി കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും. എന്നാൽ കൂടെ ഞാൻ പറഞ്ഞു തരാം. വേറെ എന്തെങ്കിലും നമ്മളൊരു എനിമിനെ നോക്കിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ സംഭവിച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ എനിമി പെട്ടെന്ന് തന്നെ ചാവുന്നതായിരിക്കും. അതുപോലെ നമ്മൾ സ്നൈപ്പറൊക്കെ ഉപയോഗിച്ച് കളിക്കാൻ നമുക്ക് സ്നൈപ്പറിൽ ഓൾറെഡി തന്നെ ആ ഒരു ക്യാരക്ടർ സ്കില്ല് വെക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ സൈലൻസർ കാര്യങ്ങൾ മീൻസ് നമ്മുടെ സപ്രസർ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ്. അതിനെ പോലെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്, അതൊക്കെ എന്തിനാണ് വെക്കുന്നൊക്കെ പറ്റിയുള്ളത്. ആ ഒരു വീഡിയോ കാണാത്തതുകൊണ്ട് ജസ്റ്റ് നമ്മുടെ ചാനൽ കയറി ചെക്ക് ഔട്ട് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി നേരം നമ്മളെ മെയിനുള്ള ആക്റ്റീവ് സ്കില്ല് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ ആക്റ്റീവ് സ്കില്ല് കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ ഗ്ലൂ വാളിൻ്റെ ഉള്ളൊക്കെ അടിക്കുന്ന ഒരു ക്യാരക്ടേഴ്സ് നമ്മളെന്താ ലിറിക്സ് എന്നാണ് എന്താണ് ആ ഒരു പുള്ളിക്കാരൻ്റെ പേര്, ഒരു പുള്ളിക്കാരത്തിൻ്റെ പേരാണ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ ആ ഒരു പുള്ളിക്കാരത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു 4 എബിലിറ്റി കാര്യങ്ങളൊക്കെ വെച്ച് കളിക്കാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ കില്ല് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കോംബോ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ മാക്സിമം കളിക്കാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്നൈപ്പറൊക്കെ വെച്ചിട്ട് കില്ല് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ വെക്കുന്നതിൻ്റെ ഉപകാരം കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിലൊരു വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്ത് നമ്മൾ റൂം മാച്ചിലാണ്. അപ്പോൾ നമുക്ക് CS ലായാലും BR ആയാലും നമുക്ക് സ്നൈപ്പറൊക്കെ വെച്ച് കളിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ക്യാരക്ടർ സ്കിൽ കോംബോ. അപ്പോൾ ഞാനാണ് നേഴ്സിൻ്റെ ആക്റ്റീവ് സ്കിൽ കാര്യങ്ങളൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നോക്കണമെങ്കിൽ എനിമിന് ഗ്ലൂ വാളിൻ്റെ അപ്പുറത്തെ ഭാഗത്തായിട്ടുണ്ട്. അപ്പോൾ നോക്കണമെങ്കിൽ ഞാനിപ്പോൾ വെടിക്കുന്ന സമയത്ത് ഗ്ലൂ വാളിൻ്റെ ഉള്ളിൽ കൂടെ അടി പോകുന്നുണ്ട്. അപ്പോൾ എനിക്കാണിപ്പോൾ ഒരു നോക്ക് കാര്യങ്ങളും കിട്ടി, ഇപ്പോൾ എനിമി നോക്കാനാണ് ഒരു കില്ലും കാര്യങ്ങളും കിട്ടി. പെട്ടെന്ന് തന്നെ അവന്മാർക്ക് എന്നെ അടിക്കാനും പറ്റത്തില്ല, കാരണം നമ്മൾ ഗ്ലൂ വാളിൻ്റെ ഉള്ളിൽ കൂടെ എനിക്ക് അടിക്കാൻ പറ്റുന്നതുകൊണ്ട് അവന്മാർക്ക് പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ നമ്മുടെ തലയുടെ മേലെയാണെങ്കിൽ എയിം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് സ്ക്രീനിൽ ആ വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നിങ്ങളും വെച്ച് കളിക്കാൻ നിങ്ങൾക്ക് സ്നൈപ്പറൊക്കെ വെച്ച് ഇതേപോലെ നല്ല രീതിയിൽ കില്ല് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് ഇതോട്ട് ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ കൂടെ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. ചാനൽ സബ് അടിക്കാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലോട് സബ് അടിച്ചേക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ സ്നൈപ്പർ വെച്ചിട്ട് എങ്ങനെ സെറ്റിങ്സ് മീൻസ് നമ്മുടെ സ്നൈപ്പറിനെ പറ്റി അടിപൊളിയുള്ള സെറ്റിങ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് നമ്മുടെ അടിപൊളിയുള്ള സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും കൺട്രോളൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടാൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്.